Hi friends, welcome back to Little Things with Anami. ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ. ഇന്ന് നമ്മൾ അതിൻ്റെ ലെറ്റസസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ പിഗ്മെൻറ്റ്സ് ഗിവൺ ബിലോ പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിൽ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് താഴെ കൊടുത്തിട്ടുള്ള ഏത് പിഗ്മെൻറ്റ്സ് ആണെന്ന് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കരോട്ടിൻ. അപ്പോൾ ആൻസർ ക്ലോറോഫിൽ എ ആണ്. അപ്പോൾ നമുക്കറിയാം ക്ലോറോഫിൽ എക്ക് മാത്രമാണ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഫോട്ടോസിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളൂ. ക്ലോറോഫിൽ ബിയും സാന്തോഫിലും കെറോട്ടിനും സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അത് ക്ലോറോഫിൽ എക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബാക്കി 3 പിഗ്മെൻറ്റ്സിനെ, ക്ലോറോഫിൽ എ ഒഴിച്ചുള്ള ബാക്കി 3 പിഗ്മെൻറ്റ്സിനെ നമ്മൾ ആക്സസറി പിഗ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗ്ലൂക്കോസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് gets stored in different parts of the plant in different forms through metabolic activities. Based on this, complete the table given below. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗ്ലൂക്കോസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഗെറ്റ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന, ഫോട്ടോസിന്തസിസിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്ന ഗ്ലൂക്കോസ് പ്ലാന്റിൻ്റെ പല ഭാഗത്തും പല ഫോംസിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പ്ലാന്റിൻ്റെ പല ഭാഗത്തും പല ഫോംസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബേസ്ഡ് ഓൺ ദിസ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നതിനനുസരിച്ച് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് ആക്കിയ ടേബിളാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് പാർട്ടും സ്റ്റോർഡ് ഫോം ഓഫ് ഗ്ലൂക്കോസ്, ഇത് രണ്ടുമാണ് നമ്മളുടെ ഹെഡിങ്സ് തന്നിരിക്കുന്നത്. പ്ലാന്റ് പാർട്ടും സ്റ്റോർഡ് ഫോം ഓഫ് ഗ്ലൂക്കോസും, പ്ലാന്റിൻ്റെ ഓരോ പാർട്സും ആ പാർട്സിൽ എന്തൊക്കെ തരത്തിലാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്നതെന്ന്. ആദ്യം നൽകിയിട്ടുള്ളത് ട്യൂബറാണ്. ട്യൂബർ എന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ. നമ്മൾ ഉരുളക്കിഴങ്ങ് പോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ട്യൂബറിൻ്റെ കീഴിൽ വരുന്നത്. ട്യൂബേഴ്സിൽ സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുകയുണ്ടായി, ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പെട്ടെന്ന് തന്നെ സോല്യൂബിൾ ആവുന്നതുകൊണ്ട് അതിനെ സ്റ്റാർച്ചിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലേ. ആ സ്റ്റാർച്ച് പിന്നീട് സ്യൂക്രോസ് ആയിട്ട് മാറും. സ്യൂക്രോസ് ആണ് ഫ്ലോയം വഴി പ്ലാന്റിൻ്റെ മറ്റ് പാർട്സിലേക്ക്, പ്ലാന്റിൻ്റെ എല്ലാ പാർട്സിലേക്കും സ്യൂക്രോസ് ആണ് എത്തുന്നത്. ആ സ്യൂക്രോസിൽ ചില മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടന്നിട്ട് വീണ്ടും സ്റ്റാർച്ചും പ്രോട്ടീനും ഫാറ്റും ഫ്രക്ടോസും ഒക്കെ ആയി മാറും അല്ലേ. അപ്പം അങ്ങനെ ട്യൂബേഴ്സിൽ വീണ്ടും സ്യൂക്രോസ് സ്റ്റാർച്ചായിട്ട് മാറിയിട്ട് ആ സ്റ്റാർച്ചാണ് ട്യൂബേഴ്സിൽ സ്റ്റോർ ചെയ്യുന്നത്. അടുത്തത് ലെഗ്യൂംസ്. ലെഗ്യൂംസ് എന്ന് പറഞ്ഞാൽ പയറ് വർഗ്ഗങ്ങൾ. പയറ് വർഗ്ഗങ്ങളിൽ മെയിനായിട്ട് പ്രോട്ടീനായിട്ടാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. എന്തായിട്ടാണ്? പ്രോട്ടീനായിട്ട്. ലെഗ്യൂംസിൽ പ്രോട്ടീനായിട്ടാണ് എന്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അടുത്തതായിട്ട് ഓയിൽ സീഡ്സ്. ഓയിൽ സീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ക്രോപ്സിനെ അല്ലെങ്കിൽ സീഡ്സിനെയാണ് നമ്മൾ ഓയിൽ സീഡ്സ് എന്ന് പറയുന്നത്. ഓയിൽ സീഡ്സിൽ ഫാറ്റിൻ്റെ രൂപത്തിലാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അടുത്തതായിട്ട് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിൽ ഫ്രക്ടോസിൻ്റെ രൂപത്തിലാണ് എന്ത് സ്റ്റോർ ചെയ്യുന്നത്? ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നത്. ഷുഗർ കെയിനിൽ സ്യൂക്രോസിൻ്റെ ഫോമിലാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡയഗ്രാം ഷോയിങ് ദ സ്ട്രക്ചർ ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ് ഈസ് ഗിവൺ ബിലോ. Redraw the diagram and label its important parts. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആ ഡയഗ്രത്തിനെ റീഡ്രോ ചെയ്ത് അതിലെ ഇമ്പോർട്ടൻറ്റ് പാർട്സിനെ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് ഡയഗ്രാം. അടയാളപ്പെടുത്തിയ ഡയഗ്രാമാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഡയഗ്രത്തിൽ കാണുന്ന ആ ഒന്നിന് മുകളിൽ കോയിൻസ് അടുക്കി വെച്ചിരിക്കുന്ന പോലെ അടുക്കി വെച്ചിരിക്കുന്ന അതിനെയാണ് നമ്മൾ ഗ്രാന എന്ന് പറയുക. ആ മെംബ്രേനിയസ് സാക്സ് ആണെന്ത്? ഗ്രാന. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന മെംബ്രേനിയസ് സാക്സിനെയാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. ഇനി ക്ലോറോപ്ലാസ്റ്റിൻ്റെ ആ ബാക്കിയുള്ള ഫ്ലൂയിഡ് പോലത്തെ ഭാഗം, ഉള്ളിലുള്ള ഫ്ലൂയിഡ് പോലത്തെ ഭാഗമാണ് എന്ത്? സ്ട്രോമ.
ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് പോലത്തെ ഭാഗമാണ് സ്ട്രോമ. ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു മെംബ്രേനിയസ് സ്ട്രക്ചർ, ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ മെംബ്രേനിയസ് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രോമ ലാമെല്ലേ. ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മെംബ്രേനിയസ് സ്ട്രക്ചറാണ് സ്ട്രോമ ലാമെല്ലേ. ഇനി അടുത്തത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലോറോപ്ലാസ്റ്റിന് ഡബിൾ മെംബ്രെയിനാണ്, ഡബിൾ ലെയർഡ് മെംബ്രെയിനാണ് ക്ലോറോപ്ലാസ്റ്റിനുള്ളത്. ഇതാണ് ക്ലോറോപ്ലാസ്റ്റിന് ഡബിൾ മെംബ്രെയിൻ. ക്ലോറോപ്ലാസ്റ്റിൻ്റെ 4 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ് സ്ട്രോമ, ഗ്രാന, സ്ട്രോമ ലാമെല്ലേ, ഡബിൾ മെംബ്രെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറക്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ബൈ റീപ്ലേസിംഗ് ദ അണ്ടർലൈൻ വേർഡ്സ് എലോൺ ഈഫ് ഫൗണ്ട് ഇൻകറക്റ്റ്. ഇപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകളിൽ വല്ല തെറ്റുമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാം. ഓക്സിജൻ ഈസ് ഫോംഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ബൈ സ്പ്ലിറ്റിംഗ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഇപ്പം നമുക്കറിയാം ഫോട്ടോസിന്തസിസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് എന്ത്? ഓക്സിജൻ അല്ലേ? ഫോട്ടോസിന്തസിസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഓക്സിജൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്സിജൻ ഈസ് ഫോംഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ബൈ സ്പ്ലിറ്റിംഗ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓക്സിജൻ ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല. ഓക്സിജൻ ഈസ് ഫോംഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ബൈ ദ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് ഓക്സിജൻ ഫോം ചെയ്യുന്നത്. ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ, ലൈറ്റ് ഫേസ് നടക്കുമ്പോൾ ലീഫിലേക്ക് എത്തുന്ന വാട്ടർ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ? ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ലീഫിലേക്ക് എത്തുന്ന വാട്ടർ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ ഓക്സിജനാണ് ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് ഇവോൾവ് ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഓക്സിജനാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ കാർബൺ ഡയോക്സൈഡ് മാറ്റിയിട്ട് അവിടെ വാട്ടർ ആക്കണം. ഓക്സിജൻ ഈസ് ഫോംഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ബൈ ദ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ സ്പ്ലിറ്റിംഗ് നടന്നിട്ടാണ് ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് ഓക്സിജൻ ഫോം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ഡാർക്ക് ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് ഇൻ ദ സ്ട്രോമ. സ്ട്രോമയിലാണ് ഫോട്ടോസിന്തസിസിൻ്റെ ഡാർക്ക് ഫേസ് നടക്കുന്നതെന്ന്. ശരിയാണല്ലേ? ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടും ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചിട്ടുമാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഗ്ലൂക്കോസ് ഇസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ഫ്ലോയം ട്യൂബ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഫ്ലോയം ട്യൂബിലൂടെ പ്ലാന്റിൻ്റെ പല ഭാഗത്തേക്കും ഗ്ലൂക്കോസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന്. ആണോ? ഗ്ലൂക്കോസ് ആണോ ഫ്ലോയത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്? അല്ല. എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്? സ്യൂക്രോസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സ്യൂക്രോസ് ഇസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ഫ്ലോയം ട്യൂബ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാകുന്ന ഗ്ലൂക്കോസിൻ്റെ ഫോമിൽ നമുക്ക് പ്ലാന്റിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം എന്താ? ഗ്ലൂക്കോസ് ഈസിലി സോല്യൂബിൾ ആണ്. അപ്പോൾ ഈസിലി സോല്യൂബിൾ ആയതുകൊണ്ട് ഗ്ലൂക്കോസിൻ്റെ ഫോമിലല്ല, മറിച്ച് എന്തിൻ്റെ ഫോമിലാണ്? സ്റ്റാർച്ചിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലേ? ആ സ്റ്റാർച്ച് പിന്നീട് സ്യൂക്രോസ് ആയിട്ട് മാറിയിട്ട് ഈ സ്യൂക്രോസ് ആണ് ഫ്ലോയത്തിലൂടെ പ്ലാന്റ്സിൻ്റെ പല ഭാഗത്തേക്കും എത്തുന്നത്. അപ്പോൾ സ്യൂക്രോസ് ഇസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ഫ്ലോയം ട്യൂബ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ, പ്ലാന്റ്സ് ആർ ദ ലങ്സ് ഓഫ് എർത്ത്. അസസ് ദ relevance of the statement and prepare notes. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ്. പ്ലാന്റ്സ് ആർ ദ ലങ്സ് ഓഫ് എർത്ത്. ഭൂമിയുടെ ലങ്സ് ആണ്, ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ് പ്ലാന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസസ് ദ റിലവൻസ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എത്രമാത്രം റെലവൻ്റ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. Plants are the cheapest and effective natural mechanism for the purification of air. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ എയറിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള നാച്ചുറൽ മെക്കാനിസമാണ് ഇത് പ്ലാന്റ്സ്. കാർബൺ ഡയോക്സൈഡിനെ
അബ്സോർബ് ചെയ്ത് ഓക്സിജനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് എയറിനെ പ്യൂരിഫൈ ചെയ്യുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പം എയറിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളതും ചീപ്പസ്റ്റുമായിട്ടുള്ളതുമായിട്ടുള്ള മെക്കാനിസമാണ് ഇത് പ്ലാന്റ്സ്. Plants offer great service to the biological world by absorbing carbon dioxide from the atmosphere and releasing oxygen. അപ്പോൾ ബയോളജിക്കൽ വേൾഡിന് വളരെ വലിയൊരു സർവീസാണ് ആര് ചെയ്യുന്നത്? പ്ലാന്റ്സ് ചെയ്യുന്നത്. എങ്ങനെ? കാർബൺ ഡയോക്സൈഡിനെ അറ്റ്മോസ്ഫിയറിൽ നിന്നും അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യുന്നത് വഴി ബയോളജിക്കൽ വേൾഡിന് വളരെ വലിയൊരു സർവീസാണ് പ്ലാന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. It is estimated that plants give out approximately 118 kilograms of oxygen when they use 1 ton carbon dioxide. ഇപ്പോൾ ഏകദേശം 1 ടൺ കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്യുന്ന സമയത്ത് പ്ലാന്റ്സ് 118 കിലോഗ്രാംസ് ഓക്സിജൻ നൽകുന്നു എന്നാണ് പറയുന്നത്. ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് അത്രയാണ്. ഏകദേശം 1 ടൺ കാർബൺ ഡയോക്സൈഡ് അവർ യൂസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വിടുന്നത് 118 കിലോഗ്രാംസ് ഓക്സിജൻ ആണ്. നമ്മുടെ ലങ്സ് എന്താണ് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ ഉള്ളിലേക്ക് എടുത്തിട്ട് കാർബൺ ഡയോക്സൈഡിനെയും മറ്റ് ആവശ്യമില്ലാത്ത ഗ്യാസസിനെയും പുറത്തേക്ക് വിടുന്നു അല്ലേ? അതേപോലെ പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡിനെ, ഭൂമിയിലുള്ള കാർബൺ ഡയോക്സൈഡിനെ ഉള്ളിലേക്ക് എടുത്ത് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിനെ ഏർത്തിൻ്റെ ലങ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ സംശയങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി ചോദിക്കാവുന്നതാണ്. ഇനി നോട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഈ ആൻസേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.